സുഹൃത്തുക്കളെ, വിനായകൻ ഈ മനുഷ്യനൊരു പുതിയ സിനിമ വരുന്നുണ്ട്. ഡ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും മറക്കില്ല അത് ഏത് സിനിമയിലുള്ളതാണെന്നുള്ളത്. വിനായകൻ നമുക്കറിയാം, ഒരു അതിഗംഭീര നടനാണ്. ഒരു തരത്തിലും സിനിമാ മേഖലയിൽ സിനിമയിൽ അഭിനയ ഒരു രംഗത്ത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു നടനാണ് വിനായകൻ. പക്ഷെ എന്തുകൊണ്ടോ ഇദ്ദേഹത്തിനെതിരെ അതിഭീകരമായ രീതിയിൽ കമന്റുകളൊക്കെ വരാറുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് പലപ്പോഴും പൊട്ടയാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് പൊട്ടയാണ്. അദ്ദേഹത്തിന് ആളുകളുമായിട്ട് സംസാരിക്കാൻ അറിയില്ല. ചില ആളുകളൊക്കെ തിരിച്ചെന്തിലൊക്കെ പറയും, അപ്പൊ അതിന്റെ മറുപടി ഇയാൾ പറയും, പറയാതിരിക്കില്ല. അവസാനം അത് കൊട്ടാപ്പെട്ടിയിൽ ചെന്ന് അവസാനിക്കും. എന്തുകൊണ്ട് തന്നെ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും പൊതുവേദിയിൽ അങ്ങനെ പെരുമാറാറില്ല, പൊതുവേദിയിൽ വരാറില്ല. അതെന്ന് പറയുന്നത് എനിക്കത് അറിയില്ല, ആളുകളുമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷെ വിനായകൻ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അതിഭീകരമായ തെറിക്ക് ഇദ്ദേഹം അർഹനാണ് എന്ന രീതിയിൽ തന്നെ ആളുകൾ തെറി പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വിനായകൻ എന്ന് പറയുന്ന ആ ഒരു നടനെ മലയാളികൾ ഇത്രയേറെ, മലയാളികൾ എന്ന് വെച്ചാൽ മലയാളികളായിട്ടുള്ള കുറച്ചു പേർ ഇത്രയേറെ വെറുക്കുന്നത്? എനിക്ക് തോന്നുന്ന, എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ നിറം. രണ്ട്, അദ്ദേഹം വന്ന കൾച്ചർ. ഏറ്റവും പ്രധാനമായിട്ട് മൂന്നാമതായിട്ട് അദ്ദേഹം പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം. ഈ മൂന്ന് കാര്യങ്ങളെയും ആളുകൾക്ക് തീരെ ഇഷ്ടമല്ല. നോക്കൂ, വിനായകനെ പലപ്പോഴും ചീത്ത പറയുന്നത് വിനായകൻ പുറത്ത്, സിനിമയ്ക്കകത്തല്ല സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ കാണിക്കുന്ന ചില കുരുത്തക്കേടുകൾ വെച്ചിട്ടാണ്. ഇത്തരത്തിൽ കുരുത്തക്കേടുകൾ കളിക്കുന്ന എത്രയോ നടന്മാർ, എത്രയോ ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും അവർക്കെതിരെയൊന്നും ഇത്തരത്തിലുള്ള സംഗതികളെന്ന് ആരും പറയാറില്ല. ഇനി എന്താണ് നിറം? നോക്കൂ, വിനായകൻ നമുക്കറിയാം ഒരു കറുത്ത നിറമുള്ള നടനാണ്. കറുത്ത നിറമുള്ള ആ ഒരു നടനെ പല സംവിധായകരും, മലയാളത്തിലെ നമ്പർ 1 സംവിധായകരൊക്കെ പറഞ്ഞിട്ടത്, അമൽ നീരദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് അതൊരു ഇന്റർനാഷണൽ സ്റ്റൈലുള്ള ഒരു നടനാണ്, ഇന്റർനാഷണൽ ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു നടനാണ് വിനായകൻ ആണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ കറുപ്പ് എന്ന് പറയുന്ന നിറത്തെ അത്രയൊന്നും വലിയ ഇഷ്ടമുള്ള ആളുകളല്ല. ഇപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിൽ നമ്മുടെ കലാഭവൻ ചേട്ടന് ശേഷം അത്രയും ഒരു കറുത്ത നായകനൊന്നും കുറെ കാലം നീണ്ടു നിൽക്കുന്ന രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കറുത്ത നായകന്മാരെ നമുക്ക് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കറുത്ത നായകന്മാർ മാത്രമല്ല, കറുത്ത നായികമാരെയും നമ്മൾ മലയാളികളെ അത്രയൊന്നും അംഗീകരിക്കാറില്ല. എന്നാൽ കറുപ്പിന് 7, 17, 37 അഴകാണെന്നും ഒന്നൊക്കെ പറയെങ്കിലും കറുത്തു പോകാനുള്ള, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളത് ഭയങ്കര കറുപ്പനാണെങ്കിൽ കറുത്തു പോകാനുള്ള സൗന്ദര്യവർദ്ധക ക്രീമുകളൊന്നും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ പ്രശ്നം ഇദ്ദേഹത്തിന്റെ ജാതിയാണ്. പച്ചമലത്തിൽ പറയാം, കേരളത്തില് ജാതിയിൽ കുറഞ്ഞ ആളുകൾ അഭിനയിക്കുകയും ജാതിയിൽ കുറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആളുകൾ അഭിനയ മേഖലയിൽ നിലനിൽക്കുകയും ജാതിയിൽ കുറഞ്ഞു എന്ന് അറിയപ്പെടുന്ന ആളുകൾ ഈ അഭിനയ മേഖലയിൽ നിലനിൽക്കുകയും ആളുകൾ അപ്ലൗസ് നേടുകയും സ്റ്റേജിൽ കയറുകയും അവാർഡ് വാങ്ങിക്കുകയും നാഷണൽ അവാർഡ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഫിലിം അവാർഡുകളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലെ ചില വിഭാഗം ജനങ്ങൾക്ക് തീരെ പിടിക്കാത്ത ഒന്നാണ്. നമ്മുടെ ചില എന്താ പറയുക, മിത്ര സുഹൃത്തുക്കളൊക്കെ പറയുന്ന പോലെ വേടന്റെ ജാതി പാട്ടുകൾ മാത്രം പാടിയ പോരെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ, എന്തിനാണ് വിനായകൻ അഭിനയിക്കുന്നത്? ഓനക്കോ എൻ്റെ കുലത്തൊഴിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിൽ നിന്നാണ്, അവരുടെ വിരലുകളിൽ നിന്നാണ് വിനായകനെതിരെയുള്ള പച്ചത്തെറികൾ വരാറുള്ളത്. അത് ഉള്ളിൽ അങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കുന്ന ജാതി ബോധത്തിന്റെ എഴുത്താണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. വിനായകന് എത്ര അവാർഡ് കിട്ടിയാലും അത് വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു മലയാളികൾ മരിക്കുവോളം ആ ഒരു ജാതി ചിന്ത അങ്ങനെ പിന്തുടർന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അത്രയ്ക്ക് മലീമസമാണ് നമ്മുടെ ചുറ്റുമുള്ള നാട്ടുകാർ. എന്തിനേറെ സംശയിക്കണം, നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും അത്തരം ചീഞ്ഞ മനസ്ഥിതിയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്തരം നാറുകൾ ഒരുപക്ഷെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. അത്തരം നാറുകളോടുകൂടിയാണ്
ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നത്. നിങ്ങളൊന്നും കൂട്ടിയാൽ കൂടാത്തൊരിടത്താണ് വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ നിൽക്കുന്നത്. നോക്കൂ, ഇവിടെ വിനായകൻ ചേട്ടൻ ആ ഒരു ആളുകളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ വിനായകൻ ചേട്ടൻ നമുക്ക് പൊളിക്കേണ്ട, തിയേറ്റർ കത്തിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ വിനായകൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ആ കണ്ണിൽ കണ്ണുനീര് വരുന്നത് ഒരു യഥാർത്ഥ മനുഷ്യനായതുകൊണ്ടാണ്. അവിടെ അഭിനയിക്കാം, പക്ഷേ ആളുകളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് അവരോട് അതുപോലെ തന്നെ പ്രതികരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിനായകൻ ചേട്ടൻ തിരിച്ചറിയുമ്പോൾ അദ്ദേഹം അവിടെ കണ്ണിൽ അങ്ങനെ ഈറാൻ അണിഞ്ഞുകൊണ്ടാണ് ആ കാറിൽ അങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് എന്ന് നമുക്കറിയാം. മൂന്നാമതായിട്ട് വിനായകൻ വിമർശിക്കപ്പെടുന്നത് അദ്ദേഹം പിന്തുടർന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ഇടതുപക്ഷക്കാരനാണ്, ചുവപ്പിനോടാണ് സ്നേഹം. അതൊരു കൊടിയുടെ രാഷ്ട്രീയമല്ല. ഏതെങ്കിലും CPM അങ്ങനെ എന്തെങ്കിലും ഒരു കൊടിയുടെ തണലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത് LDF ആയതുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്നുണ്ട് വിനായകൻ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷേ അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ടും അധസ്ഥിതരായിട്ടുള്ള ആളുകൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാൾ കൂടിയാണ് വിനായകൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. എനിക്ക് തോന്നിയത് 3 കാര്യങ്ങളാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് വിനായകൻ തെറിവിളി കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഇതല്ലാത്ത എന്തെങ്കിലും കാരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക. ബൈ.